ഓക്കെ, എല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടല്ലേ വന്നത്? ഓക്കെ, നിങ്ങൾക്ക് അനിമൽസിനെയൊക്കെ ഇഷ്ടമാണോ? ഓക്കെ, എല്ലാവർക്കും അനിമൽസിനെ എല്ലാം ഇഷ്ടമാണല്ലേ? നിങ്ങൾക്ക് ഒരുപാട് അനിമൽസിനെ അറിയാം. ഇപ്പം നിങ്ങൾ പറഞ്ഞേ, കൗണ്ട് ചെയ്തേ, പറഞ്ഞേ ഏതൊക്കെ അനിമൽസിനെ അറിയാവുന്നത്? ടൈഗർ, ഡോഗി, മങ്കി, സീബ്ര, എലിഫന്റ്, കൗ, ഡോഗ്, ബഫല്ലോ, ഗോട്ട്, ഹെന്ന്, ഡക്ക്, അങ്ങനെ ഒരുപാട് ഒരുപാട് അനിമൽസിനെ, ഇഷ്ടംപോലെ അനിമൽസിനെ നിങ്ങൾക്ക് അറിയാം. ഈ അനിമൽസ് പല രീതികളിലുണ്ട്. അതായത് വൈൽഡ് അനിമൽസ് ഉണ്ട്, ഡൊമസ്റ്റിക് അനിമൽസ് ഉണ്ട്, അല്ലേ? ജംഗിൾ അനിമൽസിന് ഏതൊക്കെയാണെന്നും ഫാം അനിമൽസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഫാം അനിമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫാമിൽ വളർത്തുന്ന അനിമൽസ് ആണ് ഫാം അനിമൽസ് എന്ന് പറയുന്നത്. പിന്നെ ജംഗിൾ എന്ന് പറഞ്ഞാൽ കാട്ടിലുള്ള മൃഗങ്ങളെയാണ് നമ്മളെന്ന് പറഞ്ഞാൽ ജംഗിൾ അനിമൽസ് എന്ന് പറയുന്നത്. നമുക്കിങ്ങനെ അതിന് കുറച്ച് ജംഗിൾ അനിമൽസും കുറച്ച് ഫാം അനിമൽസും പഠിക്കാം. ജംഗിൾ അനിമൽസ് വരുമ്പോൾ ഏതൊക്കെയാന്ന് പറഞ്ഞേ, കുറച്ച് ജംഗിൾ അനിമൽസിന്റെ നെയിംസ് എല്ലാവരും ഒന്ന് പറഞ്ഞേ. എല്ലാവരും വേഗം വേഗം പറയണം കേട്ടോ. കുറച്ച് ജംഗിൾ അനിമൽസിന്റെ നെയിം പറഞ്ഞേ. എലിഫന്റ്, ടൈഗർ, സീബ്ര, മങ്കി. ഓക്കെ, പറഞ്ഞേ. കുറച്ച് ഫാം അനിമൽസിന്റെ നെയിംസ് പറഞ്ഞേ. ഏതൊക്കെയാണ് ഫാം അനിമൽസ്? നിങ്ങളുടെ വീട്ടിൽ ഫാമിൽ വളർത്തുന്ന അനിമൽസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. കൗവ്, ഗോട്ട്, ഹെന്ന്, ഡക്ക്, ബഫല്ലോ. ഓക്കെ, നമ്മുടെ വീട്ടിൽ നമ്മുടെ ഫാമുകളിലൊക്കെ നമ്മളിണക്കി വളർത്തുന്ന അനിമൽസ് ഉണ്ട്. ജംഗിൾ കാടുകളിലൊക്കെ വളർത്തുന്ന അനിമൽസ് ഉണ്ട്. ഒരുപാട് വേറെ പല തരത്തിലുള്ള അനിമൽസിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, എങ്കിലും നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. ഇംഗ്ലീഷിലെ ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. നമ്മൾ ഇംഗ്ലീഷാണ് പഠിക്കാൻ പോകുന്നത്. എല്ലാവരും ഇംഗ്ലീഷിലെ ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. ഓക്കെ, പേജ് നമ്പർ 7 എടുത്തേ. പേജ് നമ്പർ 7 കണ്ടോ? ഐലാപ്പീസ് വായിക്കാൻ പോകണമെന്ന് ശ്രദ്ധിച്ചോണേ. ഡു യു ലൈക്ക് അനിമൽസ്? നിങ്ങൾക്ക് അനിമൽസിനെയൊക്കെ ഇഷ്ടമാണ്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ബിലോ ആൻഡ് റൈറ്റ് ദ നെയിംസ് of the animals in the space provided. Write whether they are farm or jungle animals. Okay, എല്ലാവർക്കും അനിമൽസിനെയൊക്കെ ഇഷ്ടമാണല്ലേ? ഇതിനകത്ത് കുറേ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചേഴ്സിൽ ഉള്ള ഫാം അനിമൽസും ജംഗിൾ അനിമൽസും ഏതൊക്കെയാണെന്ന് എന്ത് ചെയ്യണം? ഫാം അനിമൽസ് ഏതൊക്കെയാണ്, ജംഗിൾ അനിമൽസ് ഏതൊക്കെയാണെന്ന് എഴുതണം. ഓരോ അനിമൽസും എടുത്തിട്ട് അനിമൽസിന്റെ പേരെഴുതുക. നെയിം എഴുതിയതിനു ശേഷം എന്ത് ചെയ്യുക? അത് എവിടെയാണ് കാണുന്നത്? ഫാമിലാണോ ജംഗിൾ കാട്ടിലാണോ കാണുന്നതെന്ന് അതിന്റെ താഴത്തെ ബോക്സിൽ എഴുതുക. ഫസ്റ്റത്തെ ലൈനിൽ നെയിം, പിന്നെ രണ്ടാമത്തെ ലൈനിൽ ഫാം അനിമൽ ആണോ അത് ജംഗിൾ അനിമൽ ആണോ എന്ന് എല്ലാവരും എഴുതുക. കേട്ടല്ല? ഈ ആക്ടിവിറ്റി എല്ലാവരും വീട്ടിലിരുന്ന് ചെയ്തതിന് ശേഷം ടീച്ചർക്ക് എന്ത് ചെയ്യണം? ടീച്ചറിന്റെ ഫോണിലോട്ട് ഇത് എല്ലാവരും അയച്ചു തരണം. അതായത് ഓരോന്നിൻ്റെയും ഫോട്ടോ എടുത്തിട്ട്, നിങ്ങൾ എഴുതിയതിൻ്റെ ഓരോന്നിൻ്റെയും ഫോട്ടോ എടുത്തിട്ട് ടീച്ചറിന്റെ ഫോണിലോട്ട് അയച്ചു തരണം. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇതൊരു ഹോംവർക്കാണ്. കേട്ടല്ലേ? ഓക്കെ, ഇനി എല്ലാവരും ടെക്സ്റ്റ് എടുക്കുക. ടീച്ചർ നിങ്ങൾക്ക് ഇത് ഇംഗ്ലീഷാണ് പഠിപ്പിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ലെസൺ ആണ് ചിക്കൻ ലിറ്റിൽ. ഫസ്റ്റ് ലെസണിന്റെ പേരെന്താണ്? ചിക്കൻ ലിറ്റിൽ. Chicken little. Okay. Page number 8 എടുക്കുക. Chicken little. Okay. ടീച്ചർ ടെക്സ്റ്റ് വായിക്കാൻ പോവുകയാണ്. എല്ലാവരും ടെക്സ്റ്റിൽ ശ്രദ്ധിച്ചിരിക്കുക. Farmer Ben had a host of animals on his farm, but Chicken Little, as he loudly called Chubby Little Chicken, was his favorite. When all the animals helped the farmer, Chicken Little wasted her time. അത്രയും പാരഗ്രാഫീസ് ഒന്നുകൂടെ വായിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. Farmer Ben had a host of animals on his farm, but Chicken Little, as he loudly called Chubby Little Chicken, was his favorite. When all the animals helped the farmer, Chicken Little wasted her time. Okay.
Next paragraph. One early morning, Chicken Little was strolling in the fields. Just then an acorn fell on her head. She trembled with fear. She thought the piece of the sky had fallen on her head. She thought that a piece of the sky had fallen on her head. Without thinking, she started running to inform the king. Chicken Little was sure that the king was the only person who could save the lives of everyone in the kingdom. Okay. ആ പാരഗ്രാഫ് ടീച്ചർ ഒന്നുകൂടെ വായിക്കാൻ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. One early morning, Chicken Little was strolling in the fields. Just then an acorn fell on her head. She trembled with fear. She thought that a piece of the sky had fallen on her head. Without thinking, she started running to inform the king. Chicken Little was sure that the king was the only person who could save the lives of everyone in the kingdom. At the next third paragraph, on her way to the king's palace, she met Henny Penny, a big fat hen. From the neighbor's field, she told her about the horrifying tale. Okay, I saw it with my own eyes, said Chicken Little in a trembling voice. The sky is falling. Believe me and help me to reach the king's palace. Okay. അല്ല ആ തേർഡ് പാരഗ്രാഫ് ടീച്ചർ ഒന്നുകൂടെ വായിക്കുകയാണ്. എല്ലാവരും ഒന്നുകൂടെ ശ്രദ്ധിച്ചിരുന്നേക്കണം. ടെക്സ്റ്റ് തന്നെ നോക്കിയിരിക്കുക എല്ലാവരും. ഓക്കെ. On her way to the king's palace, she met Henny Penny, a big fat hen. From the neighbor's field, she told her about the horrifying tale. I saw it with my own eyes, Chicken Little in a trembling voice. The sky is falling, believe me and help me to reach the king's palace. As they were hurrying, they heard Ducky Lucky call them from behind. At the next fourth paragraph is വായിക്കാണ് എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ. As they were hurrying, they heard Ducky Lucky call them from behind. Hello, wait for me. Where are you both rushing? He was surprised to see Chicken Little in such a hurry, knowing how lazy she was. As they were hurrying, they heard Ducky Lucky call them from behind. Hello, wait for me. Where are you both rushing? He was surprised to see Chicken Little in such a hurry, knowing how lazy she was. Next paragraph. We have to go to the king at the earliest and tell him that the sky is falling, said Chicken Little. We have to go to the king at the earliest and tell him that the sky is falling, said the Chicken Little. But what makes you think so? Asked Ducky Lucky. But what makes you think so? Asked Ducky Lucky. എല്ലാവരും ടെക്സ്റ്റിൽ ഇതാണ്. ഇവിടം വരെ അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ഇവിടം വരെയാണ് ഇപ്പോൾ പഠിക്കുന്നത്. ഡക്കി ലക്കി വരെയാണ് ഇപ്പോൾ പഠിക്കുന്നത്. ടെക്സ്റ്റിൽ ടീച്ചർ ഓരോരോ സെന്റൻസ് വായിച്ച് മീനിങ്സ് പറഞ്ഞു തരാം. എല്ലാവരും ടെക്സ്റ്റ് ഒന്നുകൂടെ ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ. ഫാർമർ ബെൻ ഹാഡ് എ ഹോസ്റ്റ് ഓഫ് അനിമൽസ് ഓൺ ഹിസ് ഫാം. അതായത് ആയുധധാരിയായ ബെന്നിന് തന്റെ കൃഷിയിടത്തിൽ അനേകം എന്തുണ്ടായിരുന്നു? അനിമൽസ് ഉണ്ടായിരുന്നു. ആയുധധാരിയായ ബെന്നിന് തന്റെ കൃഷിയിടത്തിൽ എന്തുണ്ടായിരുന്നു? അനേകം അനിമൽസ് ഉണ്ടായിരുന്നു, മൃഗങ്ങൾ ഉണ്ടായിരുന്നു. But Chicken Little, as he loudly called Chubby Little Chicken, was his favorite. അദ്ദേഹം തന്റെ ചിക്കൻ ലിറ്റിലിനെ എന്താണ് പറഞ്ഞത്? ചബ്ബി ലിറ്റിൽ ചിക്കൻ എന്നാണ് വിളിച്ചിരുന്നത്. അതായത് അദ്ദേഹത്തിന് സ്നേഹത്തോടു കൂടി എന്താണ് നമ്മുടെ ചിക്കൻ ലിറ്റിലിനെ അദ്ദേഹം സ്നേഹത്തോടു കൂടി, അതായത് ബെൻ എന്താണ് വിളിച്ചിരുന്നത്? ചബ്ബി ലിറ്റിൽ ചിക്കൻ എന്നായിരുന്നു. But Chicken Little, as he loudly called Chubby Little Chicken, was his favorite. അതായത് ബെന്നിന് ഏറ്റവും ഫേവറേറ്റ് ആയിരുന്നു ആരെന്ന് പറയുന്നത്? ചിക്കൻ ലിറ്റിൽ. അതുകൊണ്ട് അദ്ദേഹം സ്നേഹത്തോടെ വിളിച്ചിരുന്നത് എന്തായിരുന്നു?
ചബി ലിറ്റിൽ ചിൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ചബി ലിറ്റിൽ ചിക്കൻ എന്നായിരുന്നു ആരെ വിളിച്ചിരുന്നത്? നമ്മുടെ ചിക്കൻ ലിറ്റിലിനെ ബെൻ വിളിച്ചിരുന്നത് എന്ത് പേരിലായിരുന്നു? ചബി ലിറ്റിൽ ചിക്കൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ആര്? ബെൻ. ഓക്കെ. When all the animals helped the farmer, chicken little wasted her time. എല്ലാ ആനിമൽസും എന്ത് ചെയ്യുമായിരുന്നു? എല്ലാ ആനിമൽസും നമ്മുടെ ബെന്നിനെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അത് മാത്രം എന്ത് ചെയ്യുമായിരുന്നു? ചിക്കൻ ലിറ്റില് തന്റെ സമയം മൊത്തം എന്ത് ചെയ്യായിരുന്നു? വേസ്റ്റ് ചെയ്യുമായിരുന്നു. ഓക്കെ. നമ്മുടെ ബെൻ എന്ത് ചെയ്യുന്നു? ബെന്നിന്റെ ഫാമിലുള്ള അനിമൽസ് എല്ലാം എന്ത് ചെയ്യുമായിരുന്നു? ബെന്നിനെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ബെന്നിന് ഏറ്റവും പ്രിയപ്പെട്ട ചിക്കൻ ലിറ്റിൽ മാത്രം എന്ത് ചെയ്യുമായിരുന്നു? ചിക്കൻ ലിറ്റിലെ ടൈമെല്ലാം എന്ത് ചെയ്യുമായിരുന്നു? വെറുതെ വേസ്റ്റ് ആക്കി കളയുമായിരുന്നു. പക്ഷെ എന്താ, നമ്മുടെ ബാക്കിയുള്ള അനിമൽസ് എല്ലാം എന്ത് ചെയ്യുമായിരുന്നു? നമ്മുടെ ബെന്നിനെ, നമ്മുടെ കൃഷിക്കാരനെ എന്ത് ചെയ്യുമായിരുന്നു? ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ആരാണ് സമയമെല്ലാം വേസ്റ്റ് ആക്കി കളയുന്നത്? ആരാണ്? ചിക്കൻ ലിറ്റിലല്ലേ. ചിക്കൻ ലിറ്റില് എന്ത് ചെയ്യുമായിരുന്നു? ചിക്കൻ ലിറ്റിലെ സമയമെല്ലാം എന്ത് ചെയ്യുമായിരുന്നു? വേസ്റ്റ് ചെയ്യുമായിരുന്നു. ഫാർമർ ബെൻ ഹാഡ് എ ഹോസ്റ്റ് ഓഫ് അനിമൽസ്. ഫാർമർ ബെന്നിന് എന്തുണ്ട്? ഒരുപാട് അനിമൽസ് ഉണ്ട്. ഓൺ ഹിസ് ഫാം, അദ്ദേഹത്തിന്റെ ഫാമിൽ. ബട്ട് ചിക്കൻ ലിറ്റിൽ ആസ് ഹി ലോങ്ലി കാൾഡ് ദ ചബി ലിറ്റിൽ ചിക്കൻ. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ചിക്കൻ ലിറ്റിലിനെ ചബി ലിറ്റിൽ ചിക്കൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ചിക്കൻ ലിറ്റിലിനെ അദ്ദേഹം എന്തായിരുന്നു വിളിച്ചിരുന്നത്? ഒന്ന് പറഞ്ഞേ. ചബി ലിറ്റിൽ ചിക്കൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ചിക്കൻ ലിറ്റിലിനെ അദ്ദേഹം എന്തായിരുന്നു വിളിച്ചിരുന്നത്? ചബി ലിറ്റിൽ ചിക്കൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഓക്കെ. While all the animals helped the farmer, chicken little wasted her time. എല്ലാ അനിമൽസും അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ചിക്കൻ ലിറ്റിൽ മാത്രം എന്ത് ചെയ്യുമായിരുന്നു? അദ്ദേഹത്തിന്റെ ടൈം മൊത്തം വേസ്റ്റ് ചെയ്യുമായിരുന്നു. അതായത് എല്ലാ അനിമൽസും അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ചിക്കൻ ലിറ്റിൽ മാത്രം എന്ത് ചെയ്യുമായിരുന്നു? അദ്ദേഹത്തിന്റെ ടൈം മൊത്തം എന്ത് ചെയ്യുമായിരുന്നു? ചിക്കൻ ലിറ്റിലെ ടൈം മൊത്തം വേസ്റ്റ് ചെയ്യുമായിരുന്നു. One early morning, chicken little was strolling in the field. Just then an acorn fell on her head. ഒരു ദിവസം രാവിലെ ചിക്കൻ ലിറ്റില് തന്റെ വയലിലൂടെ നടക്കുമായിരുന്നു. മനസ്സിലായോ? ചിക്കൻ ലിറ്റിൽ എന്ത് ചെയ്യുമായിരുന്നു? ഒരു ദിവസം രാവിലെ തന്റെ വയലിലൂടെ ചിക്കൻ ലിറ്റിൽ ഇങ്ങനെ നടക്കുകയായിരുന്നു. നടക്കുന്ന സമയത്ത് ചിക്കൻ ലിറ്റിലിന്റെ തലയിൽ എന്ത് വന്നു? ക്രോൺ. ക്രോൺ. Acrons means fruit of the oak tree. Oak treeയുടെ ഒരു ഫലം. ഓക്ക് ട്രീയുടെ ഒരു ഫലം എന്ത് ചെയ്തു? നമ്മുടെ ചിക്കൻ ലിറ്റിലിന്റെ ഓക്ക് ട്രീയുടെ ഒരു ഫലം എന്ത് ചെയ്തു? നമ്മുടെ ചിക്കൻ ലിറ്റിലിന്റെ തലയിൽ വന്ന് വീണു. ഓക്കെ. She trembled with her. She thought that the piece of the sky had fallen on her head. ഈ ഓക്ക് ട്രീയുടെ ഫലം വന്ന് അതിന്റെ ചിക്കൻ ലിറ്റിലിന്റെ തലയിൽ വീണപ്പോൾ ചിക്കൻ ലിറ്റിൽ എന്താണ് പറഞ്ഞത്? ആകാശം രണ്ടായി പൊട്ടിപ്പിളർന്ന് എന്ത് ചെയ്തു? തന്റെ തലയിൽ വീണതായിട്ട് ആർക്ക് തോന്നി? ചിക്കൻ ലിറ്റിലിന് തോന്നി. ചിക്കൻ ലിറ്റിലിന് എന്താണ് തോന്നിയത്? ആകാശം രണ്ടായി പൊട്ടിപ്പിളർന്ന് എന്ത് ചെയ്തു? ചിക്കൻ ലിറ്റിലിന്റെ തലയിൽ വീണതായിട്ട് ആർക്ക് തോന്നി? ചിക്കൻ ലിറ്റിലിന് തോന്നി. Without thinking, she started running to inform the king. ഒരല്പനേരം പോലും എന്ത് ചെയ്തില്ല? നമ്മുടെ ചിക്കൻ ലിറ്റിൽ ആലോചിച്ചില്ല. നേരെ എവിടേക്ക് പോകാൻ തീരുമാനിച്ചു? രാജാവിന്റെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചു. ആരാണ് പോകാൻ തീരുമാനിച്ചത്? ചിക്കൻ ലിറ്റിൽ. ചിക്കൻ ലിറ്റിൽ എവിടേക്കാണ് പോകാൻ തീരുമാനിച്ചത്? രാജാവിന്റെ അടുത്തേക്ക്. Chicken Little was sure that the king was the only person who could save the lives of everyone in the kingdom. Chicken Little was sure that the king was the only
person who could save the lives of the everyone in the kingdom. Chicken Little was sure that the king was the only person who could save the lives of everyone in the kingdom. അതായത് ആ രക്ഷിക്കുമെന്ന്, ആ രാജാവ് രക്ഷിക്കുമെന്നുള്ള വിശ്വാസം ആർക്കുണ്ട്? ചിക്കൻ ലിറ്റിലിന് ഉണ്ട്. അതുകൊണ്ട് ഒന്നും ചിന്തിക്കാതെ ചിക്കൻ ലിറ്റിൽ എവിടേക്ക് പോകാൻ തീരുമാനിച്ചു? രാജാവിന്റെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചു. On her way to the king's palace, she met Henny Penny, a big fat hen from the neighbor's field. On her way to the king's palace, she met Henny Penny, a big fat hen from the neighbor's field. ഈ പോകുന്ന വഴിക്ക് ആര് കണ്ടു? ഒരു കോഴിയെ ആര് കണ്ടു? ചിക്കൻ ലിറ്റിൽ കണ്ടു. അതിനെ വിളിക്കുന്നത് എന്താണ്? ഹെന്നി പെന്നി എന്നാണ്. ആരെ വിളിക്കുന്നത്? ആ വലിയ കോഴിയെ വിളിക്കുന്നത് ഹെന്നി പെന്നി എന്നാണ്. എവിടെ വെച്ചാണ് കണ്ടത്? തന്റെ അയൽവാസിയുടെ വയലിൽ വെച്ചാണ് ആര് കണ്ടത്? ചിക്കൻ ലിറ്റിൽ കണ്ടത്. ഹെന്നി പെന്നിയെ ചിക്കൻ ലിറ്റിൽ കണ്ടത് എവിടെ വെച്ചായിരുന്നു? തന്റെ അയൽവാസിയുടെ വയലിൽ വെച്ചായിരുന്നു ആര് കണ്ടത്? ഹെന്നി പെന്നിയെ ചിക്കൻ ലിറ്റിൽ കണ്ടത്. She told her about the horrifying tale. അതായത് ആ ഭയപ്പെടുത്തുന്ന ആ കഥയെ കുറിച്ച്. ചിക്കൻ ലിറ്റിലിന്റെ തലയില് ആകാശം പൊട്ടിപ്പിളർന്ന് വീണത് ചിക്കൻ ലിറ്റിൽ കരുതിയില്ലേ? ആ ഭയപ്പെടുത്തുന്ന കഥയെ കുറിച്ച്. അതായത് ചിക്കൻ ലിറ്റിലിന്റെ തലയില് ആകാശം രണ്ടായി പൊട്ടിപ്പിളർന്ന് തലയിൽ വീണതിനെ കുറിച്ച് ചിക്കൻ ലിറ്റിൽ കണ്ടില്ലേ? ഭയപ്പെടുത്തുന്ന കഥയെ കുറിച്ച് എന്ത് ചെയ്തു? നമ്മുടെ ഹെന്നി പെന്നിയോട് ആര് പറഞ്ഞു? ചിക്കൻ ലിറ്റിൽ പറഞ്ഞു. I saw it with my own eyes, said Chicken Little in a trembling voice. I saw it with my own eyes, said Chicken Little in a trembling voice. അതായത് ഞാൻ എൻ്റെ കണ്ണുകളാൽ കണ്ടു. എന്താണ്? ആകാശം വീഴുന്നത് ഞാൻ എൻ്റെ കണ്ണുകളാൽ കണ്ടു. എന്ത് കണ്ടു? ആകാശം വീഴുന്നത് ഞാൻ എൻ്റെ കണ്ണുകളാൽ കണ്ടു. ഓക്കേ, അടുത്തത് believe me and help me to reach the king palace. Believe me and help me to reach the king palace. ഞാൻ എന്ത് ചെയ്തു? എന്നെ വിശ്വസിച്ച് രാജകൊട്ടാരത്തിൽ എത്താൻ എന്നെ സഹായിക്കൂ, എന്നെ വിശ്വസിക്കൂ. Believe me and help me to reach the king palace. എന്നെ വിശ്വസിക്കൂ, എന്നിട്ട് എന്ത് ചെയ്യൂ? എന്നെ രാജകൊട്ടാരത്തിലേക്ക് എത്താൻ ഹെൽപ്പ് ചെയ്യൂ. ആരോട് പറഞ്ഞു? ഹെന്നി പെന്നിയോട് ചിക്കൻ ലിറ്റിൽ പറയുകയാണ്, എന്നെ വിശ്വസിക്കൂ, എന്റെ രാജകൊട്ടാരത്തിലേക്ക് എത്താൻ വേണ്ടിട്ട് എന്ത് ചെയ്യൂ? ഹെൽപ്പ് ചെയ്യുമെന്ന് ആര് പറഞ്ഞു? ഹെന്നി പെന്നിയോട് ചിക്കൻ ലിറ്റിൽ പറഞ്ഞു. ഓക്കെ, അടുത്ത നെക്സ്റ്റ് പാരഗ്രാഫ് എടുത്തേ. As they were hurrying, they heard Ducky Lucky call them from behind. Hello, wait for me. അവർ തിടുക്കത്തിൽ പോകുന്നത് കണ്ടുകൊണ്ട് ആരാണ് അവരെ വിളിച്ചത്? ഡക്കി ലക്കി. ഹലോ, വെയിറ്റ് ഫോർ മീ. As they were hurrying, they heard Ducky Lucky call them from behind. Hello, wait for me. അവര് തിടുക്കത്തിൽ പോകുന്നത് കണ്ടുകൊണ്ട് ഡക്കി ലക്കി എന്ത് ചെയ്തു? നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചു. ഓക്കെ, എന്നെ വെയിറ്റ് ചെയ്യൂ, ഞാൻ വരുന്നു, എന്നെ വെയിറ്റ് ചെയ്യുമെന്ന് ആര് പറഞ്ഞു? ഡക്കി ലക്കി അവരോട് പറയുകയാണ്. Where are you both rushing? He was surprised to see Chicken Little in such a hurry, knowing how lazy she was. Where are you both rushing? Surprised to see Chicken Little in such a hurry, knowing how lazy she was. Where are you both rushing? He was surprised to see Chicken Little in such a hurry, knowing how lazy she was. നിങ്ങൾ രണ്ടുപേരും എവിടെയാണ് ഓടുന്നത്? അവർ ചിക്കൻ ലിറ്റിൽ പൊതുവെ ഒരു മടിയനല്ലായിരുന്നു. ചിക്കൻ ലിറ്റിൽ മടിയനായതുകൊണ്ട് നമ്മുടെ ഡക്കി ലക്കിക്ക് ഇത് കണ്ടപ്പോഴത്തേക്ക് എന്ത് പറ്റി? അതായത് ചിക്കൻ ലിറ്റിലും ഹെന്നി പെന്നിയോട് ഓടുന്നത് കണ്ടപ്പോഴത്തേക്ക് എന്ത് പറ്റി? അതിശയം വന്നു. എന്താ? ചിക്കൻ ലിറ്റിൽ പൊതുവെ ഒരു മടിയനാണ്. ചിക്കൻ ലിറ്റിൽ ഓടി പോകുമ്പോൾ നമുക്ക് എന്ത് തോന്നും? എന്തായിരിക്കും എന്തെങ്കിലും ഒരു കാര്യം കാണാൻ നിന്നാൽ ചിക്കൻ ലിറ്റിൽ ഇങ്ങനെ ഓടില്ല, ഇല്ലേ? ചിക്കൻ ലിറ്റിൽ ഇങ്ങനെ ഓടണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം
അതിശയമായി പോയി. കാര്യം എന്താണ്? ചിക്കൻ ലിറ്റിൽ ഒരു ജോലിയും ചെയ്യില്ല. ചിക്കൻ ലിറ്റിൽ ഓടുമ്പോ എന്തെങ്കിലും കാരണം കാണില്ല. ചിക്കൻ ലിറ്റിൽ വെറുതെ ഓടുവോ? മടിയനായ ചിക്കൻ ലിറ്റിൽ അതിന് സാധിക്കുവോ? ഇല്ല. അപ്പോഴത്തേക്ക് ഡക്കി ലക്കിക്ക് സംശയമായി. We have to go to the king at the earliest and tell him that the sky is falling inside chicken little. We have to go to the king at the earliest and tell him that the sky is falling inside the chicken little. ഞങ്ങൾ നേരത്തെ രാജാവിന്റെ അടുത്ത് ചെന്ന് ആകാശം വീഴുന്ന കാര്യം പറയാനായിട്ട് പോവുകയാണെന്ന് ആര് പറഞ്ഞു? ചിക്കൻ ലിറ്റില് ചക്കി ലക്കിയോട് പറഞ്ഞു. ഞങ്ങള് നേരിട്ട് ചെന്ന് എന്താ എത്രയും പെട്ടെന്ന് രാജാവിനോട് ആകാശം വീഴാൻ പോകുന്ന കാര്യം പറയുകയാണെന്ന് ചിക്കൻ ലിറ്റില് ടക്കി ലക്കിയോട് പറഞ്ഞു. But what make you think so? asked the Ducky Lucky. But what make you think so? asked Ducky Lucky. നിങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ കാരണം എന്താണെന്ന് Ducky Lucky ചോദിക്കാണ്. What make you think so? asked Ducky Lucky. Ducky Lucky ചോദിക്കാണ്, ആകാശം വീഴുമെന്ന് നിങ്ങൾ ചിന്തിക്കാനുള്ള കാരണം എന്താണ്? ഓക്കെ, അവിടെ വരെയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നമുക്ക് ഒന്നുകൂടി അത് വായിച്ചു നോക്കാം. Farmer Bet had a host of animals on his farm, but Chicken Little, as he loudly called his chubby little chicken, was his favorite. Okay, will all animals helped the farmer? Chicken Little wasted her time. Farmer Ben had a host of animals on his farm, but Chicken Little, as he loudly called chubby little chicken, was his favorite. With all the animals helped the farmer, Chicken Little wasted her time. One early morning, Chicken Little was crawling in the field, and a corn fell on her head. Only on early morning, Chicken Little was crawling in the fields. Just then an acorn fell on her head. She trembled with fear. She thought that the piece of the sky are falling on her head. Without thinking, she started running to inform the king. Chicken Little was sure that the king was the only person who could save the lives of everyone in the kingdom. On her way to the king's palace, she met Henny Penny, a big fat hen from the neighbor's field. She told her about the horrifying tale. I saw it with my own eyes, said Chicken Little in a trembling voice. The sky is falling, believe me, and you help me to reach the king's palace. Hey, as they were hurrying, that heard Ducky Lucky called them from behind. As they were hurrying, they heard Ducky Lucky call them from behind. Hello, wait for me. Where are you both rushing? He was surprised to see Chicken Little in such a hurry, knowing how lazy she was. We have to go to the king at the earliest and tell him that the sky is falling, said Chicken Little. But what makes you think so? asked Ducky Lucky. This was meanings board leader.
എല്ലാവരും ബോർഡിലേക്ക് ശ്രദ്ധിക്കുക. കോൺ റൂട്ട് ഓഫ് ദ ഓക്ക് ട്രീ. സ്ട്രോളിംഗ് വാക്കിംഗ് ഇൻ എ റിലാക്സ്ഡ് വേ വിത്തൗട്ട് എനി വർക്ക്. ജോലിയില്ലാതെ ശാന്തമായി നടക്കുക. മനസ്സിലായോ? എല്ലാവരും ബോർഡോടൊന്ന് ശ്രദ്ധിച്ചേ. ടീച്ചർ പറയുന്നത് മീനിങ് കോൺ റൂട്ട് ഓഫ് ദ ഓക്ക് ട്രീയുടെ ഫലം. സ്ട്രോളിംഗ് വാക്കിംഗ് ഇൻ എ റിലാക്സ്ഡ് വേ വിത്തൗട്ട് എനി വർക്ക്. അതായത് ജോലിയൊന്നുമില്ലാതെ ശാന്തനായി നടക്കുക. ഓക്കെ, നിങ്ങൾ നോട്ട്ബുക്ക് എടുക്കുക. അതിൽ ലെസൺ 1 ചിക്കൻ ലിറ്റിൽ എഴുതുക, മീനിങ് എഴുതുക, ഈ നോട്ട്സ് എഴുതുക. നോട്ട്സ് എഴുതിയതിനു ശേഷം നിങ്ങളുടെ വർക്ക് ബുക്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോന്നും 5 ടൈംസ്, ഈ 2 മീനിങ്സും 5 ടൈംസ് വീതം എഴുതി പഠിക്കുക. ഓക്കെ, ഈ 2 മീനിങ്സും എന്ത് ചെയ്യുക, 5 ടൈംസ് വീതം എഴുതി പഠിക്കുക. ടീച്ചർക്ക് ഇട്ട് തരിക. ഓക്കെ, അതിനുശേഷം എല്ലാവരും ഇപ്പൊ ടീച്ചർ സ്റ്റോറി എല്ലാം പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. സ്റ്റോറി ഫുള്ളും നമ്മൾ എടുത്തിട്ടില്ല, പാതി എടുത്തിട്ടുള്ളൂ. അത്രയും പഠിപ്പിച്ചത് വരെ എല്ലാവരും എന്ത് ചെയ്യണം, വീട്ടിലിരുന്നത് മൊത്തവും വായിച്ചു നോക്കുക. ആ വായിച്ചു നോക്കിയതിനു ശേഷം 3 ടൈംസ് റീഡ് ചെയ്യുക. 3 ടൈംസ് റീഡ് ചെയ്ത് എന്ത് ചെയ്യണം, പേരൻസിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് ടീച്ചർക്ക് ഇട്ട് തരിക. എന്തൊക്കെ വർക്ക്സാണ് ടീച്ചർ പറഞ്ഞത്? ഇത് നോട്ട്ബുക്കിൽ എഴുതുക. കറക്റ്റായിട്ട് നോട്ട്ബുക്കിൽ എഴുതുക. നോട്ട്ബുക്കിൽ എഴുതിയതിനു ശേഷം ടെക്സ്റ്റിനാണുള്ളത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഈ മീനിങ്സ് ഉണ്ട്. ഈ 2 മീനിങ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക. നോട്ട്ബുക്കിൽ എഴുതിയതിനു ശേഷം നിങ്ങളുടെ വർക്ക് ബുക്കിൽ എന്ത് ചെയ്യുക, ഓരോ മീനിങ്സും 5 ടൈംസ് വീതം വെച്ച് എഴുതി പഠിക്കുക. അത് ടീച്ചർക്ക് ഇട്ട് തരിക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുക. ടെക്സ്റ്റ് വായിച്ചിട്ട് ടെക്സ്റ്റ് വായിക്കുക. ടെക്സ്റ്റ് വായിച്ചതിന് ശേഷം പേരൻസിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുക. അതിനുശേഷം ടീച്ചർക്ക് ഇട്ട് തരിക. ടീച്ചർ 3 വർക്കുകളാണ് പറഞ്ഞത്. ഓർമ്മയുണ്ട്? ഫസ്റ്റിലെ ടീച്ചർ ഒരു വർക്ക് പറഞ്ഞായിരുന്നു. ഏതായിരുന്നു ഫസ്റ്റിലെ ടീച്ചർ പറഞ്ഞ വർക്ക്? ഏതായിരുന്നു? ഒന്ന് ഓർക്ക് നോക്കിക്കേ. ചിക്കൻ ലിറ്റിലെ ഇതെടുത്തതിന് ശേഷം എന്ത് ചെയ്യാൻ പറഞ്ഞു? അതിന്റെ നെയിംസും അത് ജംഗിളിലാണോ ഫാമിലാണോ ഉള്ളത് എഴുതുക. എഴുതിയതിനു ശേഷം ഓരോന്നിന്റെ ഫോട്ടോ എടുത്ത് ടീച്ചർക്ക് ഇട്ട് തരിക. അതിനുശേഷം നോട്ട്ബുക്കിൽ ഇത് നോട്ടായിട്ട് എഴുതുക. എഴുതിയതിനു ശേഷം വർക്ക് മീനിങ്സും എടുത്ത് നോട്ടായിട്ട് എഴുതുക. അതിനുശേഷം വർക്ക് ബുക്കിൽ ഓരോ മീനിങ്സും എടുത്തതിന് ശേഷം 5 ടൈംസ് എഴുതി പഠിക്കുക. ഓക്കെ, പിന്നെ ടെക്സ്റ്റ് എല്ലാവരും വായിക്കുക. ടെക്സ്റ്റ് എല്ലാവരും വായിച്ചതിന് ശേഷം 3 ടൈംസ് എല്ലാവരും ടെക്സ്റ്റ് 3 ടൈംസ് വായിക്കുക. എല്ലാവരും ടെക്സ്റ്റ് എത്ര പ്രാവശ്യം വായിക്കണം? 3 ടൈംസ് വായിക്കുക. വായിച്ചതിന് ശേഷം എല്ലാവരുടെയും പേരൻസിനെ കൊണ്ട് അതിൽ സൈൻ ചെയ്യിപ്പിക്കുക. സൈൻ ചെയ്യിപ്പിച്ച് ടീച്ചർക്ക് അയച്ചു തരിക. ഓക്കെ ഓക്കെ, കറക്റ്റായിട്ട് EVS പഠിക്കാം. ടെക്സ്റ്റ് എടുത്തേ. ടെക്സ്റ്റ് പേജ് നമ്പർ 173 173 എടുത്തേ. I can comb my hair and fasten my shoelaces. അതായത് I can comb my hair and fasten my shoelaces. ഞാൻ എന്ത് ചെയ്യുന്നു? എന്റെ മുടികളും എന്റെ ചെരുപ്പിന്റെ വള്ളിയും എല്ലാം ഞാൻ എന്ത് ചെയ്യുന്നു? തനിയെ കെട്ടുകയും മുടി തനിയെ ചീപ്പുകയും ചെയ്യുന്നു. ഓക്കെ, all by myself. എല്ലാം ഞാൻ എന്ത് ചെയ്യുന്നു? തനിയെ ചെയ്യുന്നു. I can wash my hands and wash my face. I can wash my hands and wash my face. Okay, I can wash my hands and wash my face. ഞാൻ എൻ്റെ കൈകളും എൻ്റെ മുഖവും എല്ലാം ഞാൻ എന്ത് ചെയ്യുന്നു? തനിയെ കഴുകുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു? തനിയെ കഴുകുന്നു. I can put my toys and book back in place. Okay, I can put my toys and book back in place. Okay, I can put my toys and book back in place. I can put my toys and books back in place. Okay, all by myself. ഞാൻ എൻ്റെ ടോയ്സും എൻ്റെ ബുക്കുകളും എല്ലാം തിരിച്ചിരുന്ന സ്ഥലത്ത് വെക്കുന്നു. ഇതെല്ലാം എന്താണ്? ഞാൻ തനിയാണ് ചെയ്യുന്നത്. ഇതെല്ലാം എന്താണ്? ഞാൻ തനിയാണ് ചെയ്യുന്നത്. ഇതെല്ലാം എന്താണ്? ഞാൻ തനിയാണ് ചെയ്യുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നു? I can comb my hair and fasten my shoelaces. ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ എൻ്റെ മുടികൾ ചീപ്പുന്നു. എൻ്റെ ചെരുപ്പിന്റെ വള്ളിയെല്ലാം ഞാൻ എന്ത് ചെയ്യുന്നു? കെട്ടുന്നു. All by myself. എല്ലാം ഞാൻ എന്ത് ചെയ്യുന്നു? എല്ലാം ഞാൻ തനിയാണ്
എല്ലാം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്? എല്ലാം ഞാൻ തനിയാണ് ചെയ്യുന്നത്. ഓക്കെ. ഐ ക്യാൻ വാഷ് മൈ ഹാൻഡ്സ് ആൻഡ് മൈ ഫേസസ്. ഞാൻ എന്ത് ചെയ്യുന്നു? ഐ ക്യാൻ വാഷ് മൈ ഹാൻഡ്സ് ആൻഡ് വാഷ് മൈ ഫേസസ്. ഞാൻ എന്ത് ചെയ്യുന്നു? എന്റെ കൈകളും എന്റെ മുഖവും എല്ലാം ഞാൻ എന്തു ചെയ്യുന്നു? ഞാൻ തനിയെ കഴുകുന്നു ഇല്ലേ? ഓൾ ബൈ മൈസെൽഫ്. ഞാൻ എല്ലാം തനിയെ ചെയ്യുന്നു. ഓക്കെ. I can put my toys and books back in place. I can put my toys and books back in place. Okay. ഞാൻ എന്ത് ചെയ്യുന്നു? എന്റെ ടോയ്സും എന്റെ ബുക്കും എല്ലാം തിരികെ സ്ഥലങ്ങളിൽ വെക്കുന്നു. All myself. എല്ലാം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതെല്ലാം ഞാൻ തനിയാണ് ചെയ്യുന്നത്. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്. ഹായ് ഫ്രണ്ട്സ്. I am Arjun. I am a boy. Hi friends, I am Arjun. ഞാൻ ആരാണ്? അർജുൻ ആണ്. ഞാൻ ആരാണ്? ഒരു ബോയ് ആണ്. I am a boy. I am 6 years old. എനിക്ക് എത്ര വയസ്സായി? എനിക്ക് 6 വയസ്സ് ആയി. എനിക്ക് എത്ര വയസ്സായി? എനിക്ക് 6 വയസ്സായി. I have grown up. ഞാൻ വളർന്നു. ഞാൻ വളർന്നു. ഓക്കെ. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് പേരാണ് പറയാൻ പറ്റുമോ? എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഫസ്റ്റ് ആരബി പറഞ്ഞേ. ഒന്ന് പറഞ്ഞേ. ഹായ് ഫ്രണ്ട്സ്. I am ആരബി. I am a boy or girl. ആരാണ്? ബോയ് ആണോ ഗേൾ ആണോ? ആരബി ആരാണ്? ആരബി ഗേൾ ആണ്. I am a girl. I am 6 years old. I have grown up. ഓക്കെ. ആരബി ഒന്ന് പറഞ്ഞേ. ആരബി ആരെന്ന് പറഞ്ഞേ. ഹായ് ഫ്രണ്ട്സ്. I am a Arabi. I am a girl. അറബി ആരാണ്? ഒരു ഗേൾ ആണല്ലേ? I am a girl. I am 6 years old. I have grown up. Okay. ഇനി അടുത്തത് ആഷ്ലി പറഞ്ഞേ. ഇനി നമുക്ക് ആഷ്ലിയുടെ കാര്യം ചോദിക്കാം. ആഷ്ലി പറഞ്ഞേ. ഹായ് ഫ്രണ്ട്സ്. I am Ashley. I am a girl or boy? I am a girl. I am 6 years old. I have grown up. Okay. ഇനി നമുക്ക് ദൃശ്യമായിട്ട് ചോദിക്കാം. ദൃശ്യ പറഞ്ഞേ. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ പേരുകൾ വെച്ച് പറഞ്ഞേ. ദൃശ്യ. I am ദൃശ്യ. Okay. I am a girl. I am 6 years old. I have grown up. Okay. അടുത്ത ഇനി ദേവർക്ക് പറഞ്ഞേ. Hi friends. I am Devar. I am a boy. I am 6 years old. I have grown up. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായോ? ഓക്കെ. ഇനി നമുക്ക് പേസ്റ്റ് പേജിൽ തന്നെ പേസ്റ്റ് യുവർ ഫോട്ടോ. എല്ലാവരുടെയും എന്ത് ചെയ്യുക? ഫസ്റ്റ് ക്ലാസ്സിൽ ഇത് കണ്ടോ? ബോക്സ് കണ്ടോ? എല്ലാവരും ശ്രദ്ധിച്ച് ഈ ബോക്സ് ശ്രദ്ധിച്ച എല്ലാവരും. ഫസ്റ്റ് ബോക്സ് ശ്രദ്ധിച്ച ബോക്സില് when I was in class first. നിങ്ങൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിച്ചപ്പോഴുള്ള ഫോട്ടോ ഒട്ടിക്കുക. as I am now. ഇപ്പോഴുള്ള ഫോട്ടോ ഒട്ടിക്കുക. എല്ലാവരും എന്ത് ചെയ്യുക? എന്നിട്ട് ടീച്ചർ ഇട്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിച്ചപ്പോഴുള്ള ഫോട്ടോ ഒട്ടിക്കുക. ഇപ്പോഴുള്ള ഒരു ഫോട്ടോ ഇതിൽ ഒട്ടിക്കുക. 2 ബോക്സിൽ. ഫസ്റ്റ് ബോക്സിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിച്ചപ്പോഴുള്ള ഫോട്ടോ, രണ്ടാമത്തെ ബോക്സിൽ ഇപ്പം പഠിക്കുമ്പോഴുള്ള ഫോട്ടോ. അങ്ങനെ 2 ഫോട്ടോസ് എന്ത് ചെയ്യണം? അങ്ങനെ 2 ഫോട്ടോസ് എല്ലാവരും ഒട്ടിച്ചതിന് ശേഷം ടീച്ചർക്ക് ഇട്ട് തരിക. ഓക്കെ. പഠിക്കാൻ പോകുന്നത് കംപ്ലീറ്റ് ദ സെന്റൻസ് അബൌട്ട് യുവർ സെൽഫ്. ഓരോരുത്തരുടെയും കംപ്ലീറ്റ് ദ സെന്റൻസ് അബൌട്ട് യുവർ സെൽഫ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മൈ നെയിം ഈസ്. അവരവരുടെ പേര്. മൈ നെയിം ഈസ്. എല്ലാവരും പേജ് നമ്പർ 174 നോക്കിക്കേ. ഇതെല്ലാവരും ടീച്ചർ പറയുന്ന അനുസരിച്ച് ഫില്ല് ചെയ്യണം. എല്ലാവരും എന്ത് ചെയ്യണം? ടീച്ചർ പറയുന്ന അനുസരിച്ച് ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്ത് തീർന്നതിന് ശേഷം ടീച്ചർക്ക് എന്ത് ചെയ്യണം? ഇത് ഫോട്ടോ എടുത്ത് ടീച്ചർക്ക് ഇട്ട് തരണം. ആയിക്കോട്ടല്ലോ. എല്ലാവരും ടീച്ചർക്ക് പറയുന്ന അനുസരിച്ച് അവരവരുടെ പേരും അവരവരുടെ നെയിമും. ബോയ് ആണെങ്കിൽ ബോയ്, ഗേൾ ആണെങ്കിൽ ഗേള്. എത്ര ഓൾഡ്? 6 years old. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? സ്റ്റഡി. നെയിം ഓഫ് ദ സിറ്റി.
I have dash brothers and dash sisters. എത്ര brothers ഉണ്ട്, എത്ര sisters ഉണ്ട്. Okay, the name of my school. School name of my school. Next, my class teachers. ടീച്ചറുടെ പേര്. I love playing. കളിക്കാൻ ഇഷ്ടപ്പെട്ട എന്താണോ അത്. Dash is my best friend. ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, ടീച്ചർ ഇപ്പോൾ പറഞ്ഞു തരുന്നതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഫില്ല് ചെയ്യും. പറയുന്നതനുസരിച്ച് കേട്ട് ശ്രദ്ധിച്ചിരിക്കുക. ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഫില്ല് ചെയ്യാൻ പറ്റും. ശ്രദ്ധിച്ചിരുന്ന് ഇത് ഫില്ല് ചെയ്തതിന് ശേഷം ടീച്ചർക്ക് എന്ത് ചെയ്യാം, ഇത് ഇട്ട് തരിക. ഈ നോട്ട്ബുക്കിൽ എഴുതുക. നോട്ട്ബുക്കിൽ എഴുതുകയും വേണം, ടീച്ചർക്ക് ഇത് ഇട്ട് തരികയും വേണം. മനസ്സിലായോ? ടീച്ചർ വിളിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഇതിനെല്ലാം ആൻസർ എല്ലാവരും പറയണം. മൈസെൽഫ് ടീച്ചർ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് എല്ലാവരും ആൻസർ പറയണം. അതുകൊണ്ട് ഇത് എന്ത് ചെയ്യണം, ശ്രദ്ധിച്ചിരുന്ന് ഇതെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, നോട്ട്ബുക്കിൽ എഴുതുക. നോട്ട്ബുക്കിൽ എഴുതിയതിന് ശേഷം ടീച്ചർ ഇത് വിളിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് തെറ്റാതെ ടീച്ചർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ആൻസർ തരണം. അതുകൊണ്ട് എന്ത് ചെയ്യണം, ടീച്ചർ പറയുന്നത് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ടീച്ചർ ഓരോന്ന് എഴുതിയില്ല, അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നതിന് ശേഷം നിങ്ങളുടെ ബുക്കിലോട്ട് എഴുതുക. ഓക്കെ, മൈ നെയിം ഈസ് നിങ്ങളുടെ പേര് എന്താണ് അത് എഴുതുക. ഫസ്റ്റ് ആഷ്ലി എന്നാണ് പേരെങ്കിൽ ആഷ്ലി, ആരബി എന്നാണ് അരബി, ദേവർത്ത് എന്നാണെങ്കിൽ ദേവർത്ത്, അല്ലെങ്കിൽ മുഹമ്മദ് യാസീൻ എന്നാണെങ്കിൽ യാസീൻ, അങ്ങനെ ഗുരുപ്രണവ് എന്നാണെങ്കിൽ ഗുരുപ്രണവ്. നിങ്ങളുടെ പേര് എന്താണ്? ഓക്കെ, നിങ്ങളുടെ നെയിം എന്താണ്, ആ നെയിം എഴുതുക. I am a boy or girl. Boy ആണെങ്കിൽ boy എഴുതുക, girl ആണെങ്കിൽ girl എഴുതുക. I am a boy അല്ലെങ്കിൽ I am a girl. Boy ആണെങ്കിൽ boy എഴുതുക, girl ആണെങ്കിൽ girl എഴുതുക. Okay, I am a Ashley is girl or boy? Ashley girl. Ashley എന്താണ്, girl ആണല്ലേ? Ashley girl. I am a girl. Okay. I am dash years old. I am dash years old. I am dash years old. എത്ര വയസ്സുണ്ട്? 6. I am 6 years. I am 6 years old. I am 6 years old. അല്ലേ? I am 6 years old. Okay. I study in class. നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് പറഞ്ഞേ? I study in class 2nd standard. I study in class 2nd standard. Okay. I study in class. I study in class 2nd. Okay. My name is നിങ്ങൾ നെയിം എഴുതുക. Okay, I am a girl or boy. Girl ആണെങ്കിൽ girl എഴുതുക, boy ആണെങ്കിൽ boy എഴുതുക. I am 6 years old. നിങ്ങൾക്ക് എത്ര വയസ്സായി? 6 അല്ലേ? I am 6 years old. Next, I study in class. നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? പറയാം, നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 2nd standard. I study in class 2nd. Okay. I live in. നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? ഇപ്പം കുണ്ട്ര, പെൺപുഴ, അങ്ങനെ നിങ്ങൾ ഏത് സ്ഥലത്താണോ നിങ്ങൾ താമസിക്കുന്നത് നിങ്ങളുടെ സ്ഥലത്തിന്റെ പേര് എഴുതുക. ഓക്കെ, നിങ്ങൾ താമസിക്കുന്ന സ്ഥലം ഏതാണോ ആ സ്ഥലത്തിന്റെ പേര് എഴുതുക. അപ്പം ആഷ്ലി I live in കുണ്ട്ര. ഓക്കെ, I live in കുണ്ട്ര. I live in കുണ്ട്ര. ഓക്കെ. I have dash brother and
is school. Okay, my class teacher is class teacher name അറിയാവോ? class teacher name അറിയാവോ? My class teacher name is Shekina. My class teacher name is Shekina. I love playing. നിങ്ങൾക്ക് എന്താണോ കളിക്കാൻ ഇഷ്ടം അത് എഴുതുക. നിങ്ങൾക്കിപ്പം ക്രിക്കറ്റ് ആണെങ്കിൽ ക്രിക്കറ്റ്, ഫുട്ബോൾ ആണെങ്കിൽ ഫുട്ബോൾ, ടെന്നീസ് ആണെങ്കിൽ ടെന്നീസ്, നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ കളിക്കുന്നത് ആ കളിക്കുന്നതിന് ഗെയിം എഴുതും. ഫുട്ബോളോ ടെന്നീസോ ഹോക്കി എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അതിന്റെ പേര് എഴുതുക. ഓക്കെ, ക്രിക്കറ്റ്, ക്രിക്കറ്റ്. Okay, cricket. I love playing cricket. Okay. Dash is my best friend. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. Dash is my best friend. Dash is my best friend. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? ആഷിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരായിരിക്കും? നമുക്ക് രൂപം വെച്ച് എഴുതാം. ഓക്കെ, ആഷിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ദൃശ്യ. ഓക്കെ, അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് എടുത്തിട്ട് ടെക്സ്റ്റിനകത്ത് ഇതെല്ലാം ഫില്ല് ചെയ്യുക. ഇതെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നോട്ട്ബുക്ക് എടുക്കുക. നോട്ട്ബുക്കില് ലെസൺ 1 എന്ന് എഴുതുക. ലെസൺ 1 എന്ന് എഴുതിയതിനു ശേഷം മൈസെൽഫ് എന്ന് എഴുതിയിട്ട് ഇത് ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തതിനു ശേഷം ടീച്ചറിന് ഇട്ട് തരിക. ടീച്ചറിന് ഇട്ട് തന്നതിന് ശേഷം ടീച്ചർ റിവ്യൂവിന് വിളിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ എല്ലാം ആൻസർ ടീച്ചർക്ക് ചോദിക്കും. ചോദിക്കുമ്പോൾ ഇതിന്റെ എല്ലാ ആൻസറും നിങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് പറയുക. നല്ല രീതിയിൽ എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ, താങ്ക് യു.